ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു 2 അമരയുടെ ടൈപ്പുകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പേർക്കും ഫെമിലിയർ ആയിട്ടുള്ളത് പച്ച കളറിലെ അമരപ്പയറായിരിക്കും. ഇവിടെ ഒരു റെഡ് കളറിലുള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് അമരയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ പാടത്തുനിന്ന് ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ. പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ചേർക്കാതെ നല്ല ജൈവ വളങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാക്കിയുള്ള അമരപ്പയറാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അമരപ്പയർ മിക്കവാറും നിങ്ങളൊരു പച്ച കളറിലാണ് ഈ ഒരു ടൈപ്പുള്ളതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം കുറേ കിട്ടിയിട്ടുണ്ട്. ഇത് പച്ച അമരപ്പയറാണ് കേട്ടോ, പച്ച. ഇത് പക്ഷേ ഞങ്ങൾ വീട്ടിൽ പണ്ട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൃഷി ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ആയിരുന്നില്ല. ഇത് കുറച്ചുകൂടി ഒരു ചെറിയ ടൈപ്പ് അമരയ്ക്കാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു ടൈപ്പ് അമരയായിരുന്നു. കുറേ ടൈപ്പ് ഉണ്ടല്ലോ, അതിൽ കുറച്ചുകൂടി ഈ ഒരു വീതിയുള്ളതായിരുന്നു. അതുപോലെ ബീൻസിൻ്റെ ഷേപ്പും കുറച്ചുകൂടി വലിയ ഒരു ടൈപ്പായിരുന്നു കേട്ടോ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് ചെറുതാണ്, പക്ഷേ ടേസ്റ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അമരപ്പയർ ഓരോന്നും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇത് പച്ചയാണ്. നമ്മൾ ഈ ജൈവവളം യൂസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ, ജൈവവളത്തിൽ നമ്മൾ കൃഷി ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റും ഉണ്ടാവും, അതിൽ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ടാവും. ബെനിഫിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് പാടത്തുനിന്ന് കിട്ടും. പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. വേറെ ശരീരത്തിന് പ്രത്യേകിച്ച് ദോഷങ്ങളോ കെമിക്കൽസിൻ്റെ ഒന്നും അംശം ഉണ്ടാവില്ല. അത് നമുക്കൊരു പ്രത്യേകിച്ച് ടെൻഷൻ ഇല്ലാണ്ട് കഴിക്കാൻ പറ്റും എല്ലാവർക്കും. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ചെറുതായിട്ടുള്ള ചെറിയ കേടുകളൊക്കെ ഉണ്ടാവും. കേടുകൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്. അതായത് ഈച്ചയൊക്കെ ഇരിക്കുന്ന പഴങ്ങളിലാണ് പ്രത്യേകിച്ച് രാസവളമൊന്നും ചേർക്കാതെ ഫ്രഷ് ആയിട്ടുള്ള പഴങ്ങളിൽ ഈച്ചകൾ ഇരിക്കുള്ളൂ എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് ചെറുതായിട്ട് രാസവളം ചേർക്കാത്തതിൻ്റെ പ്രശ്നമായിട്ട് ചെറിയ പുഴുക്കേടൊക്കെ ഇതിലുണ്ട്. പക്ഷെ എന്നാലും ചെറുതായിട്ടുള്ള ഒരു പുഴുക്കേടേ ഉള്ളൂ. അത് ഒഴിച്ചാൽ നമുക്കിത് ഫ്രഷ് ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെയുള്ളൊരു ടൈപ്പാണ് ഈ ഒരു ടൈപ്പ് അമരപ്പയർ കേട്ടോ. ഈ അമരപ്പയർ അധികം ആരും കണ്ടു കാണില്ല എന്നാണ് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത് കാണുന്നത്. ഇത് ആദ്യം തന്നെ പറയട്ടെ, ഇത് നമ്മുടെ പാടത്തുണ്ടായതല്ല. ഒന്ന് മാമനും പിന്നെ ചേച്ചിയുടെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് 2 ഭാഗത്തു നിന്നായി കൊണ്ടുവന്ന് 2 ടൈപ്പ് അമരയ്ക്കാണ് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ടോ. കുറ്റി അമരയ്ക്കായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുറ്റി അമരയ്ക്ക എന്ന് പറയുമ്പോൾ ഒരു കുറ്റിച്ചെടി പോലെ ജസ്റ്റ് അതിനൊരു കമ്പ് മാത്രം നമ്മൾ നടുവിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. അതുകൂടാതെ പടർന്ന് കയറിക്കോളും. അതിന് കൂടുതൽ സ്ഥലം വേണ്ട. നമുക്ക് വീടിൻ്റെ ടെറസിലൊക്കെ വേണമെങ്കിൽ, നമുക്ക് സ്ഥലം കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ വീടിൻ്റെ ടെറസിലൊക്കെ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ഒന്ന് കുറ്റി അമരയ്ക്ക പറിക്കാനൊക്കെ എളുപ്പമാണ്. ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിൽ പോലും പറിക്കാം. പക്ഷേ ഈ നാടൻ അമരയ്ക്കൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പന്തൽ പടർന്ന് വരും. അത് നമ്മൾ പന്തൽ പ്രത്യേകം ഉണ്ടാക്കി കൊടുക്കണം. അതിന് നന്നായിട്ട് പടർന്ന് പിടിക്കും, തൂങ്ങി കിടക്കും കേട്ടോ. അങ്ങനെയാണ്. കുറ്റി അമരയ്ക്ക ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. ഉള്ളൊരു കുറ്റിയിൽ തന്നെ ചെറുതായിട്ട് നിറയെ ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റൊക്കെയാണ്. പക്ഷെ നമ്മൾ നാടൻ അമരയ്ക്കേനെ കമ്പാരിറ്റീവ്ലി ചെയ്ത് നോക്കുകയാണെങ്കിൽ നാടൻ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. കുറ്റി അമരയ്ക്കും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പറിക്കാനൊക്കെ എളുപ്പമാണ്. ചെറിയ കുട്ടികൾക്ക് പോലും നമുക്കത് പെട്ടെന്ന് എളുപ്പം പറിച്ചെടുക്കാൻ പറ്റും. വീട്ടിൽ കുറ്റി അമരയ്ക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതിനെ ഈ ഒരു അമരയ്ക്ക കണ്ടിട്ടാണ് കേട്ടോ. ഈ അമരയ്ക്കാണ്. കളർ കാണുമ്പോൾ നിങ്ങൾക്ക് വേറെ വല്ലതും തോന്നിയേക്കാം, പക്ഷേ തികച്ചും സാങ്കല്പികം മാത്രം. ഇത് കണ്ടോ, ഒരെണ്ണമായിട്ട് ഞാൻ കാണിക്കും. ഇതാണ് ഇങ്ങനത്തെ ഒരു ചെറിയ നമ്മുടെ നാടൻ അമരയ്ക്കാണ്. അതുപോലെ തന്നെ മെലിഞ്ഞ് സുന്ദരമായിട്ടുള്ള പർപ്പിൾ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഒരു റെഡ് എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു കളറുള്ളതാണ് കേട്ടോ ഈ ഒരു അമരയ്ക്ക. ഇത് അധികം പേര് കണ്ടു കാണില്ല. ഇപ്പോൾ പക്ഷേ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായിട്ട് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് വീഡിയോ എടുക്കാൻ ഇറങ്ങിയത്. ഇതെന്താ പറയുമ്പോൾ പിന്നെ ഒരു കാര്യം എന്താ പറയുന്നത് വെച്ചാൽ, ഈ അമരയ്ക്കയില്ലേ, ഈ അമരയ്ക്കയുടെ ചെറുതാവുന്ന സമയത്ത്, അതായത് ഈ അമരയ്ക്ക ഇത് നല്ല മൂത്ത് കളഞ്ഞതാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ ബീൻസ് ഇല്ലേ, ഉള്ളത്തെ കായൊക്കെ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ബലം നമുക്ക് തോന്നാറില്ല. പിന്നെ ചെറുത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഈ അമരയ്ക്കയുടെ ചെറിയ രൂപമാണ് ഈ അമരയ്ക്ക. അതായത് ചെറുതാകുമ്പോൾ ഇതൊരു പച്ച കളറായിരിക്കും. വളരും തോറും കളറ് ഡാർക്കായിട്ട് വരും. ഇത് നമ്മുടെ അധികം മൂക്കാത്ത അമരയ്ക്ക. ഇത് കളർ മാറി വലുതായിക്കൊണ്ടിരിക്കുന്ന അമരയ്ക്ക. ഇതാണ് ഏറ്റവും മൂത്ത അമരയ്ക്ക. കണ്ടില്ലേ? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആ ബീൻസൊക്കെ നല്ല തടിച്ച് ഉരുണ്ട് നിൽക്കുന്നുണ്ട്. കറിക്ക് എടുക്കാൻ പാകത്തിനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് പറിച്ചപ്പോൾ ചെറുതായിട്ട് ഈ പച്ചയും എല്ലാതും പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നല്ല രസം തോന്നി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു കളറ്. ഇതുണ്ടോ, കളർ കാണാനൊരു വെറൈറ്റി. ഞാൻ നമ്മൾ മുളകും ഉള്ളിയുടെയൊക്കെ ഒരു ഉള്ളി അല്ലെങ്കിൽ ക്യാബേജിൻ്റെയൊക്കെ വെറൈറ്റി ആണില്ലേ, വേറെ കളറുള്ളതുപോലെ. ക്യാബേജിൻ്റെ ഇങ്ങനത്തെ കളറിലെ ക്യാബേജൊക്കെ നമ്മൾ കുറേ പേരെ കണ്ടു കാണും. കടയിലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കളർ വെറൈറ്റി കണ്ടപ്പോൾ എനിക്ക് എടുക്കണം തോന്നിയിട്ടോ. അതാണ് ഞാനിത് വീഡിയോ എടുക്കാൻ കാരണം. അപ്പോൾ നമ്മളെപ്പോഴും ഫുഡ് ഹെൽത്തിയാണെന്ന് പറയും. ഈ ഒരു ഫ്രൂട്ട് കഴിച്ച് നല്ലതാണ്, അല്ലെങ്കിൽ ഈ ഒരു
പച്ചക്കറി കഴിച്ചു പറഞ്ഞാൽ ശരീരത്തിന് നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് നമ്മൾ കൂടുതലായിട്ട് നോക്കാറില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം കേട്ടോ. എങ്ങനെ ചില കാര്യങ്ങൾ ഈ ഫ്രൂട്ട് കഴിച്ചു പറഞ്ഞാൽ, ഈ ഒരു പഴം കഴിച്ചു പറഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ എ കൂടുതൽ കിട്ടും, വൈറ്റമിൻ ബി കൂടുതൽ കിട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കുറേയൊക്കെ നമുക്ക് അറിയാം. പക്ഷേ പ്രോപ്പറായിട്ട് നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇന്ന് കുറച്ച് അമരക്കയുടെ വിശേഷങ്ങളാവും അല്ലേ. അമരക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അത് കഴിച്ചിട്ടുണ്ടാവുന്ന നമ്മുടെ ഹെൽത്തിനുണ്ടാവുന്ന എന്തൊക്കെ ഗുണങ്ങളാണെന്നതിനെ കുറിച്ചൊരു ചെറുതായിട്ടൊരു ബ്രീഫായിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് എടുത്ത് പറയേണ്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഡൈജഷനാണ്. ഡൈജഷൻ അഥവാ ദഹനത്തിന് എങ്ങനെയാണ് അമരയ്ക്ക ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ അമരയ്ക്കയിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നാരുകളുടെ അളവ് കൂടുതലാണ് ഈ അമരയ്ക്കയിലുള്ളത്. അതുകൊണ്ട് തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ വയറിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ അമരയ്ക്ക ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊന്നാണ് വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ അമരയ്ക്ക വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൽ കാലറി കുറവാണ്. കാലറി നമുക്കറിയാൻ പറ്റും. വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവരോ കൂട്ടാൻ നോക്കുന്നവർക്കോ കാലറിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ കാലറി കുറവായിട്ടുള്ള ഈ ഒരു അമരയ്ക്ക അതിൽ പ്രോട്ടീൻ റിച്ച് ആണ്. നമുക്കറിയാം എന്തിനാണ് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുന്നതെന്ന്. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കാലറി കുറവായിട്ടുള്ളതും ആയിട്ടുള്ള ഈ ഒരു അമരയ്ക്ക കഴിക്കുന്നതോടെ നമുക്കൊരു വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതിലുള്ള അമരയ്ക്ക കഴിക്കുന്നതോടെ നമുക്ക് ആ ഒരു രോഗത്തിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവലും ഷുഗർ ലെവലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് അമരയ്ക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ അമരപ്പയറിൽ കൂടുതലായിട്ടും റിച്ച് ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത്, നാച്ചുറൽ ഗ്ലോയും അതുപോലെ തന്നെ സ്കിന്നിന് കുറച്ച് നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും അതുപോലെ സ്കിൻ ഡിസീസൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ്. മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഷുഗർ ആയാലും ഡയബറ്റീസ് അതായത് പ്രമേഹമുള്ളവരായാലും രക്തസമ്മർദ്ദമുള്ള ആൾക്കാരാണെങ്കിലും ഡെയിലി അമരയ്ക്ക കഴിക്കുന്നത് മൂലം അവർക്ക് ആ ഒരു രോഗത്തിൻ്റെ തീവ്രത കുറഞ്ഞതായിട്ട് കാണാറുണ്ട്. അമരയ്ക്കയിൽ മഗ്നീഷ്യത്തിൻ്റെ അളവുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവൊക്കെ നേരിടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കുന്നത് മൂലം നമുക്ക് ഉറക്കത്തിൻ്റെ ആ പ്രശ്നങ്ങൾ തീവ്രത ഒന്ന് കുറയ്ക്കാൻ പറ്റും. പിന്നെ മറ്റൊന്നാണ്, അമരയ്ക്കയിൽ കൂടുതലായിട്ടും ഫോസ്ഫറസ്, വൈറ്റമിൻ ഡി, കാൽഷ്യം എന്നിവയുടെയൊക്കെ കൂടുതലായിട്ട് അളവുകൾ ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലുകളുടെ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ എല്ലാവർക്കും കഴിക്കാം. ഒരു സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലിൻ്റെ എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ അമരയ്ക്ക കഴിക്കുന്ന മൂലം അതിൻ്റെ ആ ഒരു ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മുടെ അമര വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് അമരയ്ക്കനെ പറയുന്ന പേരെന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.